സിസ്റ്റർ ലിസി ആൻറ്റി അവരെ കുടുംബമായിട്ട് ഇന്ന് ദൈവസേനയിൽ നമ്മുടെ മധ്യത്തിൽ പാട്ടുപാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. അല്പസമയമെടുത്ത് ഒരു പാട്ടുപാടുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് സംസാരിക്കും. പാസ്റ്റർ എബ്രഹാം തായ് രാത്രികാലം നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പാട്ടുപാടുന്നതിനായിട്ട് കർത്താവിൻ്റെ ദാസൻ ബ്രദർ ഡാനിയൽ തോമസ് ആൻഡ് ഫാമിലിയെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്തുവാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 40-ാം സങ്കീർത്തനത്തിലെ പറഞ്ഞപ്പോൾ ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ആമേൻ. ഹല്ലേലൂയ. പാപികളും ദോഷികളുമായിരുന്ന അടിയങ്ങളെയും കർത്താവ് സ്നേഹിച്ച് ഈ വലിയ ഭാഗ്യപദവിയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും ചേർന്ന് പാടുവാൻ കഴിയുന്ന ഒരു പഴയ പാട്ട്, തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ. തേടി വന്നു ദോഷിയാം എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി. മന്നവവർണിപ്പാനേളുതല്ല എനിക്ക്, മന്നവവർണിപ്പാനേളുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ. തോണിതാലേ ക്ഷീണം ഭാവിച്ചിടാതെ എന്നെയും നാഥ. ശോണിതാലേ ക്ഷീണം ഭാവിച്ചിടാതെ എന്നെയും നാഥ. ആണിപ്പഴുതുള്ള പാണികളാലേ, ആണിപ്പഴുതുള്ള പാണികളാലേ പ്രീണിച്ചനു ഗ്രഹിച്ചിടുക നിത്യം, പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം. തേടി വന്നോ ദോഷിയാം എന്നെയും എന്നെയും നാഥ. പോഷിപ്പിക്കാം പച്ചവചനമാം ക്ഷീരത്താലെന്നെ, പോഷിപ്പിക്കാം പച്ചവചനമാം ക്ഷീരത്താലെന്നെ. നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച്, നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോരീ, പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോരീ. തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ. നിർത്തിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെ, നിർത്തിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെ. പളുങ്കുകടൽ തീര തങ്ങൂ ഞാനെന്റെ, പളുങ്കുകടൽ തീര തങ്ങൂ ഞാനെന്റെ. മധുരഗാന രഥം മതിലേറി ഗമിപ്പാൻ, മധുരഗാന രഥം മതിലേറി ഗമിപ്പാൻ. തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ. നിർത്തിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ, കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ
സിയോൻ മലയിൽ സീമയറ്റാനന്ദം, സിയോൻ മലയിൽ സീമയറ്റാനന്ദം എന്നീ ലഭിക്കുമോ നൽ പ്രാണനാഥ, എന്നീ ലഭിക്കുമോ നൽ പ്രാണനാഥ. തേടി വന്നോ ദോഷിയാം എന്നെയും നാഥ, തേടി വന്നോ ദോഷിയാം എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തെനിക്കായി. മന്നവൻ നിപ്പാനെഴുതല്ല എനിക്ക്, മന്നവർ നിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാം എന്നെയും നാഥ. പാപികളും ദോഷവുമായും നമ്മളെ കർത്താവ് തേടി വന്ന് നമ്മളെ സ്നേഹിച്ച് ഈ വലിയ പദവി, വലിയ സ്ഥാനം, മകന്റെ സ്ഥാനം മക്കളാക്കി തീർത്ത വലിയ കൃപയ്ക്കായിട്ട്, കർത്താവിന്റെ കുഞ്ഞുങ്ങളാക്കി തീർത്ത വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നന്മകൾക്കായിട്ട് ഹല്ലേലൂയ. ഞാനിപ്പോ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്ക് ഓരോ നിമിഷവും പറയുവാൻ, ജീവിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഇന്ന് കർത്താവിലൂടെ ഇന്ന് പ്രിയദാസൻ പറഞ്ഞ അനേകം വിഷയങ്ങൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അർപ്പിച്ചല്ലോ. മണിപ്പൂറിന്റെ വിഷയങ്ങൾ, ഹല്ലേലൂയ. സുഖമില്ലാതിരിക്കുന്നവരെ, കഷ്ടത്തിലായിരിക്കുന്നവരെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്ന എല്ലാ വിഷയങ്ങളും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് ഉത്തരം അരുളിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. നമ്മളെ കേൾക്കുകയും നമ്മളോടുകൂടെ വസിക്കുകയും ഹല്ലേലൂയ, ഹല്ലേലൂയ നമുക്ക് ഉത്തരം അരുളുകയും ചെയ്യുന്ന ദൈവം നമുക്കായിട്ട് ജീവിക്കുന്ന കൃപയ്ക്കായിട്ട്, ഇത്ര വലിയ അഭാഗ്യ പദവി നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ തുടർന്നുള്ള കർത്താവെ സെഷനുകള് വചനം ഘോഷിക്കുന്ന പ്രിയദാസന്, കർത്താവെ ലീഡ് ചെയ്യുന്ന പ്രിയദാസന്, കർത്താവെ കുടുംബങ്ങളെ, കർത്താവ് അനേകരുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചല്ലോ. കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടല്ലോ. രോഗികൾക്ക് അങ്ങ് വൈദ്യനാകയാൽ, കഷ്ടത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനാളുകയാൽ, പീഡിതർക്ക് അങ്ങ് അഭയസ്ഥാനമാകയാൽ, കർത്താവെ അങ്ങനാഥരുടെ വിധവമാരുടെ ദൈവമാകയാൽ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാവുകയാൽ നമ്മളോട് സ്തോത്രം. കർത്താവെ വിഷയങ്ങളെല്ലാം അപ്പച്ചൻ ഏറ്റെടുത്ത് കർത്താവെ ഉത്തരം അറിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പാദിയോടന്തം കർത്താവിന്റെ കൃപ വ്യാപരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർന്നുള്ള സമയങ്ങളിൽ ആത്മാവിന്റെ വ്യാപാര ശക്തിയിൽ ശുശ്രൂഷയുമായിട്ട് പ്രിയദാസനെ ബലപ്പെടുത്തലായിട്ട് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും പ്രശംസയും കർത്താവിന് മാത്രം തരുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കർണയുടെ കേട്ട് ഉത്തരവാദം പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനം കേൾക്കുവാന്റെ കോണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ ഒരുമിച്ച് അല്പസമയം ശുശ്രൂഷിപ്പാൻ ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ഒരുക്കിയല്ലോ. ദൈവമായ കർത്താവ് കുടുംബമായി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ദേശത്തായിരിക്കുമ്പോൾ പ്രത്യേകം ദൈവത്തിന്റെ കൃപയും അഭിഷേകവും അനുഗ്രഹവും അവരുടെ മേലുണ്ടായിരിക്കട്ടെ. ഇനിയും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേലുണ്ടായിരിക്കട്ടെ. സ്തോത്രം. തുടർന്ന് അല്പസമയം നാം ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ ബ്രഹ്മത്തായി ഏത് സമയത്തും ഈ സെഷൻ ലീഡ് ചെയ്യുവാനും പാട്ടുപാടുവാനും വചനം സൂക്ഷിപ്പാനും ദൈവദാസന് ഒരുക്കമാണ്. ആ ദൈവദാസനെ ഓർത്തോണി ദൈവത്തെ സ്തുതിക്കുന്നു. താൻ പകലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും വൈകിട്ട് അല്പസമയം ദൈവത്തിന്റെ ശുശ്രൂഷയിലാകുന്നതിൽ തനിക്ക് വളരെ സന്തോഷമാണ്. വളരെ സന്തോഷത്തോടെയാണ് താൻ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതോർത്തോണി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് വചനം സൂക്ഷിക്കുന്നതിനായിട്ട് അല്പസമയം നമുക്ക് ഒരുമിച്ച് വചനം ചിന്തിക്കാം. അതിനുശേഷം കർത്താവിന്റെ ദാസൻ തന്നെ തുടർന്നുള്ള ഈ സെഷൻ 11 മണിക്ക് ശേഷം ഉള്ള അടുത്ത വചന സൂക്ഷ തീർന്നു കഴിഞ്ഞിട്ടുള്ള ചില നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹം തക്കതായ സമയത്ത് വചന സൂക്ഷ നിർവഹിക്കും. അതിനുശേഷം തുടർന്നുള്ള വിഷയങ്ങൾ നമ്മൾ പീഡനങ്ങൾ കൂടി കടന്നു പോകുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. മുഴുവൻ നമുക്കതിനുള്ള എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ലെങ്കിലും ചില വിഷയങ്ങളെങ്കിലും ദൈവദാസൻ നമ്മെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ വചന സൃഷ്ടിക്കാരുടെ ദൈവത്തിനെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എളിവന്റെ സ്നേഹവന്ദനങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു. ഇതുവരെ ലീഡ് ചെയ്ത കർത്താവിന് വിലപ്പെട്ട ദാസൻ സഖറിയാചെറിയാൻ, ദാസി കുഞ്ഞുങ്ങൾ 3 പേര് മമ്മി, ഈ സെക്ഷനിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങൾ, ദാസിദാസന്മാർ, പൈതങ്ങൾ എല്ലാവർക്കായി ദൈവത്തിന്റെ സ്തോത്രം. പാട്ടുപാടിയതായ പ്രിയ മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുമതി വിഷയങ്ങൾ ഈ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചുവല്ലോ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ സെക്ഷൻ ലീഡ് ചെയ്യേണ്ട കർത്താവിന്റെ ദാസനെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സംബന്ധിപ്പാൻ കഴിയാത്തവരെയും സ്വർഗത്തിലെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് അല്പസമയം ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മ നിയോഗത്താൽ ചെറിയ ആലോചന എനിക്ക് തന്നത് ഞാൻ അറിയിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. പീഡനങ്ങളെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മുന്നറിയിപ്പായി സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിപ്പിക്കുന്നില്ല, ടൈം ഇല്ലാത്തത് കൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് തന്റെ മക്കൾക്ക് ഹല്ലേലൂയ മുന്നറിയിപ്പ്, സഭകൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെയും ദൈവസഭകളെയും പീഡിപ്പിക്കുമെന്നുള്ളത് മുന്നറിയിപ്പായി നമുക്ക് തന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഉള്ള വിലപ്പെട്ട വാഗ്ദത്തമാണ്. നമ്മളെ ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ എത്രമാത്രം പീഡനങ്ങൾ കടന്നു വന്നാലും ഹല്ലേലൂയ സ്തോത്രം, ദൈവസഭ, ദൈവവചനം, ഹല്ലേലൂയ, ദൈവസഭ വളർന്നുകൊണ്ടിരിക്കും. ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവസഭകൾ വളർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വളർച്ചയുള്ള ദൈവസഭ ആത്മാക്കൾ ആലയങ്ങളിൽ കൂട്ടത്തോടെ കടന്നു വന്നുകൊണ്ടിരിക്കും. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. അത്ഭുതങ്ങളായാലും അടയാളങ്ങളായാലും വീര്യപ്രവൃത്തികളായാലും ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം ധൈര്യശാലികളായി കർത്താവ് നമ്മോട് കൽപ്പിച്ചത് ദൈവമുഖത്തേക്ക് നോക്കി നാം ഓരോ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുമ്പോൾ ദുർഘടങ്ങളെ ദൈവം നീക്കിത്തരും. ഹല്ലേലൂയ. ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ദൈവം കരങ്ങൾ നീട്ടും. ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. പീഡിപ്പിക്കുന്നവർ അവർ ഹല്ലേലൂയ ചിന്തിക്കുന്നത് അതിൽ കൂടെ ദൈവം പ്രസാദിക്കുമെന്ന അറിവില്ലാത്ത പ്രവൃത്തികളാകുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഉപദ്രവത്തിന്റെ സമയം സമാഗതമാകുമ്പോൾ ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ഹല്ലേലൂയ സ്തോത്രം ആശ്വസിപ്പിക്കും, നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിന്റെ വേലയായിരിക്കും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു കൂട്ടര് ദൈവാത്മാവില്ല എന്ന് വാദിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങുന്ന തന്റെ മക്കളോട് കൂടെ ഇരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിന്റെ വേലയായിരിക്കും ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. 3 കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ജനത്തിന് ബോധം വരുത്തും. നമുക്ക് ചിന്തിക്കാം. 1, പാപത്തെ കുറിച്ച് ബോധം വരുത്തും. 2, സ്തോത്രം, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നീതിയെ കുറിച്ച് ബോധം വരുത്തും. ഹല്ലേലൂയ. 1 പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ഹല്ലേലൂയ, ന്യായവിധിയെ കുറിച്ച് ഇതെല്ലാം നമുക്ക് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങൾ. 1 ശുശ്രൂഷകൾ, നമ്മളെ വഴി നടത്തുക, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, സ്തോത്രം, ലോകത്തിന് ബോധ്യം വരുത്തുക, സാക്ഷ്യം പറയുക, ഹല്ലേലൂയ, ഭാവി വെളിപ്പെടുത്തുക, ദൈവത്തിന്റെ സ്തോത്രം ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മിൽ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന തന്റെ കുഞ്ഞുങ്ങൾ കൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു പറഞ്ഞു,
അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അപ്പൊ ഉപദ്രവമുണ്ട്. മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീണ്ടും ശക്തമായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എത്രമാത്രം പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് ഹല്ലേലൂയ മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു, ഉപദ്രവിച്ചു, കൊന്നു. ഹല്ലേലൂയ. ഇന്നും അത് ശക്തമായ നിലയിൽ കൂടെ അവിടുത്തെ സംഘർഷങ്ങള് ഹല്ലേലൂയ രൂക്ഷമായി തീർന്നു നടന്നുകൊണ്ടിരിക്കുകയാകുന്നു. നാം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷ വിരോധികൾ എഴുന്നേറ്റിരിക്കുകയാവും. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ 26-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, അധിപതികൾ കർത്താവിന് വിരോധമായി ദൈവത്തിന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടുന്നു. ദൈവമേ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസിന് വിരോധമായി ഹെരോദാവ് എഴുന്നേൽക്കുന്നു. പൊന്തിയോസ് പീലാത്തോസും ജാതികൾ ഒന്നിച്ചുകൂടി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തോടെ പ്രാർത്ഥിക്കാവുന്ന സ്തോത്രം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സ്തോത്രം. ദൈവം ഉത്തരമരുളുക. അവരിരുന്ന ഇടം കുലുങ്ങി. ദൈവമക്കളെ സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഉപദ്രവിച്ചു. നമുക്ക് ഉപദ്രവം ഉണ്ടാകും. ഹല്ലേലൂയ. എത്രമാത്രം കഷ്ടതയുടെ കടോരയിൽ കൂടെ യേശു ക്രിസ്തു കടന്നുപോയി. അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിച്ചതുപോലെ അപ്പോസ്തലന്മാരെ മുഴുവൻ നാം നോക്കിക്കേ. ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകര്, അവരൊക്കെയും എത്രമാത്രം കഷ്ടങ്ങൾ കൂടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ കടന്നുപോയി. നാം ധൈര്യശാലികളായിരിക്കണം. നമ്മെ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യാക്കോബിനെ വധിച്ച ശേഷം ഹെരോദാവ് പത്രോസിനെ പിടികൂടി. ഹല്ലേലൂയ. ഹെരോദാവിന്റെ ദയനീയമായ മരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോസ്തലപ്രവൃത്തിയിൽ. ഹല്ലേലൂയ. ദൂതനടിച്ചതിനാൽ അവൻ ഹല്ലേലൂയ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ പഴുത്ത് ചത്തു. അവൻ കൃമിക്കിരയായി. ഹല്ലേലൂയ. പ്രാണനെ വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രികാലം അല്പസമയം ദൈവത്തിൽ കൂടെ പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവമക്കളെ ആലോചനകൾ അറിയിക്കുമ്പോൾ നാം ധൈര്യശാലികളായി ഭയപ്പെടാതെ കർത്താവിന്റെ മഹത്വത്തിനായി നാം ജ്വലിച്ച് പ്രകാശിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഒരു ചിന്ത ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തരുന്നത് പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 25-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം മോശയോട് പറയുന്നത് ഹല്ലേലൂയ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പൊ നമ്മിൽ വസിക്കുന്നു, നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരിക്കുന്നു. സ്തോത്രം. സമാപന കൂടാരത്തിലെ ഹല്ലേലൂയ 7 ഉപകരണങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ആ 7 ഉപകരണങ്ങളെ കുറിച്ച് ഇന്ന് സംസാരിക്കാൻ ടൈമില്ല. ഒന്നാമത്തെ ഉപകരണം എന്ന് പറയുന്നത് പെട്ടകം, രണ്ടാമത്തെ കൃപാസനം, മൂന്നാമത്തെ ധൂപപീഠം, നാലാമത്തെ തങ്ക നിലവിളക്ക്, അഞ്ചാമത്തെ കാഴ്ചയപ്പമേശ, ആറാമത്തെ പിച്ചളത്തൊട്ടി, ഏഴാമത്തെ യാഗപീഠം. ഇത് മുഴുവനും സംസാരിപ്പാൻ നമുക്ക് ഇന്ന് രാത്രി എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നാലാമത്തെ ഹല്ലേലൂയ ഉപകരണം തങ്ക നിലവിളക്കിനെ കുറിച്ച് അല്പസമയം സംസാരിച്ച് ഹല്ലേലൂയ സ്തോത്ര തീർമാനം നമുക്ക് വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കട്ടെ. തങ്ക നിലവിളക്കെന്ന് പറയുന്നത് ഹല്ലേലൂയ വായിപ്പിക്കുന്നില്ല, ടൈം ഇല്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 25-ാം അധ്യായം അതിന്റെ 31 മുതൽ 40 വരെ വായിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വിഷയങ്ങൾ. നമ്മൾ വായിപ്പിക്കുന്നില്ല, ടൈം ഇല്ലാത്തത് കൊണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. തങ്ക നിലവിളക്ക്. ഹല്ലേലൂയ. തങ്ക നിലവിളക്ക്. നിലവിളക്ക് കാലും തണ്ടും ഉണ്ടായിരുന്നതിനാൽ നിലവിളക്ക് എന്ന് പേരായി. ഹല്ലേലൂയ സ്തോത്രം. തങ്കം കൊണ്ടുണ്ടാക്കിയതിനാൽ അതിന് തങ്ക വിളക്ക് എന്ന് പേരായി. ഹല്ലേലൂയ. പല കവരങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കവര വിളക്ക് എന്നും അതിന് പേരായി. സ്തോത്രം. നടുവിൽ കൂടി ഒരു വലിയ തണ്ടുള്ളതിനാൽ അതിന് വിളക്ക് തണ്ട്. ഇങ്ങനെ അതിൽ 4 പേരുകളാണ് ഈ തങ്ക നിലവിളക്കിന് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം.
ഹല്ലേലൂയ. ഈ നിലവിളക്കിന് ഹല്ലേലൂയ 3 സാദൃശ്യങ്ങൾ. ഹല്ലേലൂയ. ഇത് യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാവുന്നു. നടുവിൽ നിൽക്കുന്നതായ തണ്ട് യേശുവിനെയും ചുറ്റും നിൽക്കുന്നതായ 6 കവരങ്ങൾ ദൈവമക്കളായ വിശ്വാസികളായ നമ്മയാകുന്നു കാണിക്കുന്നത്. സമാപന കൂടാരത്തിൽ പ്രകാശം നൽകുവാനുള്ള ഏക ഉപകരണം എന്ന് പറയുന്നത് ഈ നിലവിളക്കായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അവയവങ്ങളായ സഭയും ചേർന്നാണ് ലോകത്തിന് പ്രകാശം നൽകുന്നത്. സ്തോത്രം. ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ, കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെ ദൈവം ഭൂമിയിൽ അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കി അഭിഷേകം തന്നത്, കൃപകളും കൃപാവരങ്ങളും തന്നത്, പരിശുദ്ധാത്മാവിനെ തന്നത് ലോകത്തിന്റെ കർത്താവിനെ വെളിപ്പെടുത്തുവാനും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സത്യസുവിശേഷം ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് മാത്രമല്ല, ഒന്ന് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഉപകരണങ്ങളെല്ലാം നാം ചിന്തിക്കുമ്പോൾ ഇതെല്ലാം യേശു ക്രിസ്തുവിനെ ആവുന്നു. ഹല്ലേലൂയ. വിവിധ നിലകളിൽ കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന നടുവിൽ നിൽക്കുന്നതായ തണ്ട് യേശുവിനെയും ചുറ്റും നിൽക്കുന്ന 6 കവരങ്ങൾ വിശ്വാസികളായ തന്റെ വിശുദ്ധന്മാരെ അതിന്റെ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ സ്തോത്രം കാണിക്കും. ദൈവത്തിന്റെ സ്തോത്രം. 2 പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഹല്ലേലൂയ. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിളക്കായി പരിശുദ്ധാത്മാവിനെ വിവരിച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജ്വലിക്കുന്ന 7 ദീപങ്ങൾ, 7 ആത്മാക്കളായ 7 ദീപങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വപരമായിട്ടുള്ള സമ്പൂർണതയാവുന്നു കാണിക്കുന്നത്. ദൈവാലയത്തിലെ വിളക്കിനും 7 ദീപങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 105-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. സ്തോത്രം. സദൃശവാക്യം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനങ്ങൾ ജീവന്റെ മാർഗവുമാവും. ദൈവത്തിന്റെ സ്തോത്രം. ഉത്സാഹികളെ ആവുന്നു കർത്താവ് അന്ന് വെന്നും നോക്കുന്നത്. ഉത്സാഹത്തിന്റെ മടുപ്പില്ലാത്ത ജീവിതമാണ് വിജയം നമുക്ക് പ്രാപിപ്പാൻ സാധിക്കുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത ജീവിതമാണ് വിജയം നമുക്ക് പ്രാപിപ്പാൻ സാധിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ വിലയേറിയതാണ് ദൈവത്തിന്. ഹല്ലേലൂയ. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാവുന്നു. ശാപഗ്രസ്തമായ ഈ ലോകമാണ് വയൽ. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിലയേറിയ നിക്ഷേപമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. വചനം ഒരു ദീപമാകുന്നു. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമായി എന്നൊരു ചൊല്ലുണ്ട്. ഹല്ലേലൂയ. വിശ്വം ദീപമയം എന്നൊരു ചൊല്ലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ കൂരിരുട്ട് നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ ഇടറി വീട് പോകാതിരിക്കുന്നതിന് നമുക്ക് വഴികാട്ടിയായിരിക്കുന്നത് ദൈവവചനമാകുന്ന ദീപമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വിളക്ക് കൈവശമുണ്ടെങ്കിൽ എത്ര കൂരിരുട്ട് നിറഞ്ഞ പാതയിൽ കൂടിയും ഹല്ലേലൂയ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വിളക്കിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് പരിശോധിക്കണം. പരിശുദ്ധാത്മാവായ നദിയെ യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞ മഹോത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളവിൽ നിന്ന് തിരുവെടുത്ത് പറഞ്ഞ ജീവജലത്തിന്റെ നദികൾ ഒന്ന് നീർച്ചാലുകൾ പോലെ നമ്മിൽ കൂടെ ഒന്ന് ഒഴുകണം. ഇന്ന് രാത്രി കാലം ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴും പരിശോധിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാകും നമ്മളെ നടത്തുന്നത്, പരിശുദ്ധാത്മാവാകും നമ്മളെ നിത്യയിൽ എത്തിക്കുന്നത്, നമുക്ക് സകലത്തിലും ഗൈഡൻസ് നൽകുന്നത് പരിശുദ്ധാത്മാവാകും. ദൈവത്തിന്റെ സ്തോത്രം. വിളക്കിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം.
ഹല്ലേലൂയ സ്തോത്രം. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത് എന്ന് സഭാപ്രസംഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവ പൈതൽ മഹാകഷ്ടത്തിലായാലും ദൈവം അവനെ കൈവിടുന്ന ദൈവമല്ല എന്ന് ഹല്ലേലൂയ സ്തോത്രം എന്ന അടിയുറച്ച് വിശ്വസിക്കണം. ദൈവം കൈവിടുന്ന ദൈവമല്ല, നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വാക്തത്വമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് മാത്രമല്ല, വായുടെ സ്വമേധാദാനങ്ങൾ എന്ന് 108 സംഗീത വാക്യത്തിൽ പറഞ്ഞത് അതിർവലം എന്ന സ്തോത്രയാഗത്തെയാണ്. അതിർവലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ സ്തോത്രം. 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 ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് ചിന്തിപ്പാൻ സാധിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം 119 സങ്കീർത്തനം. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ സങ്കീർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. 150 സങ്കീർത്തനങ്ങളും ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നാം അതിൽ വന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. നാം ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നാം ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ അരകെട്ടിയും ഹല്ലേലൂയ സ്തോത്രം വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. ഏത് സമയത്തും കാഹളം ധ്വനിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നാം ഹല്ലേലൂയ കൈവിടപ്പെട്ടു പോകുവാൻ ഇടവരരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വീക്ഷിക്കുവാനായി പല കെണികളും ഹല്ലേലൂയ ദുഷ്ടൻ വെച്ചിട്ടുണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന കെണിയിൽ അകപ്പെടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. നാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ റൂട്ട് തിരിച്ച് വിടുന്ന ദൈവമാകുന്നു. സ്തോത്രം. നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുവാൻ തക്കുവായവൻ വിവിധ നിലകളിൽ കൂടെ ഹല്ലേലൂയ നോക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ശത്രു നമ്മെ വിഴുങ്ങിക്കളയുവാൻ നോക്കുമ്പോൾ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് ഇന്നും തുടച്ചു മാറ്റിക്കളയുവാൻ തക്കവണ്ണം ശത്രു ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവസഭകളെയും ദൈവമുഖ്യങ്ങളെയും ഇല്ലാതാക്കുവാനും നശിപ്പിച്ചു കളയുവാനും കഠിന പ്രയത്നം ചെയ്ത അനേകം ശത്രു രാജ്യങ്ങൾ ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ നമുക്ക് നേരെ കടന്നു വരുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നാം ഭയപ്പെടരുത്. ദൈവജനം മുഴുവൻ ദൈവത്താൽ മറയ്ക്കപ്പെട്ടവരാകുന്നുള്ള കാര്യം, ആ സത്യം നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നമ്മെ മറച്ചാൽ ഈ ലോക സൃഷ്ടിയിൽ നിന്ന് നാം മറിഞ്ഞിരിക്കും. നമ്മളെ മറച്ചിരിക്കുന്ന ദൈവമാകും. അതാ ദൈവജനം മുഴുവൻ ദൈവത്താൽ മറയ്ക്കപ്പെട്ടവരാകുന്നു. മറന്നു പോകരുത്. വയലിൽ ഒളിച്ചു വയ്ച്ച നിധിയായിട്ടാണ് ദൈവം തന്റെ മക്കളെ കണക്കാക്കുന്നത്. മറന്നു പോകരുത്. ദൈവത്തിന്റെ നിക്ഷേപമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവജനത്തെ ദൈവം തന്റെ ചിറകിൻ കീഴിലാവുന്ന മറച്ചു വെച്ചിരിക്കുന്ന യെരൂശലേമിനെ നോക്കി യേശു ക്രിസ്തു കരഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. കരഞ്ഞു പറഞ്ഞത്, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ എത്ര വട്ടം മറക്കുവാൻ എനിക്ക് മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവമക്കളെ ഇന്ന് രാത്രികാലം ദൈവജനം കേൾക്കുമ്പോൾ നമുക്ക് ഓടി വന്ന അഭയം പ്രാപിപ്പാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. കഷ്ടമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടമുണ്ട് ലോകത്തിൽ, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് എങ്ങനെ ജയം പ്രാപിക്കാം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഉപവാസത്താലും പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ അതിവിശുദ്ധ രക്തത്താലും നമുക്ക് ജയം പ്രാപിക്കാം. യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചതുപോലെ നമുക്ക് ജയം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കാവും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ നമുക്കെതിരായി ചെടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഹല്ലേലൂയ. മുഴങ്കാലം മടക്കി ദൈവത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ അഭിഷക്തനായ ദാവീദിനെതിരായി അബ്ശാലോം എഴുന്നേറ്റു, അഹിതോബേൽ എഴുന്നേറ്റു. അവരെ കുറിച്ച് ഇന്ന് രാത്രികാലം നാം ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. 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 അബ്ശാലോമിന് എന്ത് സംഭവിച്ചു? അഹിതോബേലിന് സംഭവിച്ചു.
എന്തെല്ലാം കാര്യങ്ങള് ദൈവത്തിന്റെ അഭിഷക്തനായ ദാവീദിനെതിരായി ചെയ്യുവാൻ കണക്കൂട്ടി കടന്നുപോയി. രണ്ടുപേരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവഭക്തനായിരിക്കുന്ന ദാവീദ് ഹല്ലേലൂയ സ്തോത്രം പുത്രവാത്സല്യമുള്ള ഒരു ഹല്ലേലൂയ ഭക്തനായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിന് കാണുവാൻ സാധിക്കുന്നു. എന്റെ മകനെ അംശാലോമേ, എന്റെ മകനെ അംശാലോമേ എന്ന് എത്ര പ്രാവശ്യം വിളിക്കും ദൈവത്തിന് സ്തോത്രം. നീ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ മരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ദൈവമക്കളെ. അപ്പൊ ദൈവത്തിന്റെ അഭിഷേകത്തിനെ തുടരുത്. എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ദൈവം അരുളിച്ചേർന്നിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് ദൈവസഭകൾക്ക് വേണ്ടി ഹല്ലേലൂയ കരങ്ങൾ നീട്ടിയാൽ ദൈവം ഹല്ലേലൂയ അവിടെ കരങ്ങൾ നീട്ടുമെന്നുള്ളതാകുന്നു. ഈ രാത്രികാലം നാം ധൈര്യം പ്രാപിക്കണം. ദൈവനെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവും ഹല്ലേലൂയ പിതാവാം ദൈവത്തോട് നിലവിളിയും എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ? ദൈവം കൈവിടുമോ? ഒരു നാളും കൈവിടത്തില്ല. യേശു ക്രിസ്തു ഈ ഭൂമി വന്ന് നമുക്ക് ജീവൻ തരുവാൻ, മുഴുവൻ രക്തം ഊറ്റി തരുവാൻ, പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രികാലം നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ നമുക്ക് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയന്റെ വരവിന് മുമ്പേ ഈ ഭൂമിയിൽ നടക്കേണ്ടതൊക്കെ ഹല്ലേലൂയ സ്തോത്രം അനവധി സംഭവങ്ങളാകും നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സമാധാനം ഇല്ലാത്ത ജീവിതങ്ങൾ, സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങൾ, സന്തോഷമില്ലാത്ത ജീവിതങ്ങൾ. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന സമാധാനം, സ്വസ്ഥത, സന്തോഷം ഇത്ര വിലപ്പെട്ടതാകുന്നു. അത് കാത്തു സൂക്ഷിപ്പാൻ, നമ്മിൽ പറഞ്ഞ അഭിഷേകം കാത്തു സൂക്ഷിപ്പാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാൻ, പരിശുദ്ധാത്മാവിനോട് മറന്നു നിൽപ്പാൻ നമുക്ക് ഇടവരരുത്. നമുക്ക് തന്ന കഴിവ്, നമുക്ക് തന്നതാ നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ, അത് നമുക്ക് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. ഈ തങ്ക നിലവിളക്ക് ഹല്ലേലൂയ സ്തോത്രം ആലയത്തിൽ ഹല്ലേലൂയ ഏറ്റവും വെളിച്ചം കൊടുക്കുന്ന ഒരു ഉപകരണമാകും തങ്ക നിലവിളക്ക്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ശോഭിക്കാം, നമുക്ക് ലോകത്തിന് വെളിച്ചം കൊടുക്കാം. കേട്ടാലും കേൾക്കാഞ്ഞാലും നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾക്ക് വിളിച്ചു പറയാം. ഹല്ലേലൂയ. നെഞ്ചും നെറ്റിയും ധനം കൊണ്ടും ശരീരം കൊണ്ടും യഹോവേ നമുക്ക് ബഹുമാനിക്കാം. ദൈവത്തിനും ദൈവസഭയ്ക്കും നമ്മളെല്ലാവരും അനുഗ്രഹ വിഷയമായിരിക്കട്ടെ. ഈ വചനങ്ങളാ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഹല്ലേലൂയ സ്തോത്രം സമയം ചെലവഴിക്കാം. ഹല്ലേലൂയ സ്തോത്രം. 40 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ആ 40